നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഇൻഫോയുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പ്രവാസികളെ വരവേൽക്കാനുള്ള ഒരു വീഡിയോ ആണ്. അവർക്ക് എങ്ങനെ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ പേര് വിവരങ്ങളെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ നോർക്ക റൂട്ട്സ് എന്നുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അത് ലോഗിൻ ചെയ്യേണ്ട ലിങ്കാണ് ഈ കാണുന്നത്, www.registernorcaroots.org. നിങ്ങൾ നോർക്ക റൂട്ടിൻ്റെ മെയിൻ വെബ്സൈറ്റിൽ കയറിയിട്ട് കാര്യമില്ല. registernorcaroots.org registernorcaroots.org അതിൽ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ പേജിലാണ് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനിവിടെ എൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. പേര് കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഏജും കൊടുക്കുക, പാസ്പോർട്ട് നമ്പർ, ഏത് നാട്ടിലാണ് നിങ്ങൾ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് അതിനുശേഷം കൊടുക്കേണ്ടത്. പിന്നെ ഏത് ജില്ലയിൽ നിന്നാണെന്ന് കൊടുക്കുക. ആ ജില്ലയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ ഏത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് എൻ്റർ ചെയ്യുന്ന ഒരു പോപ്പപ്പ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സ്, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇമെയിലും അതുപോലെ തന്നെ കറൻറ്റ് കോൺടാക്ട് നമ്പറും വാട്സാപ്പ് നമ്പറും കൊടുക്കുക. ചിലർക്ക് വാട്സാപ്പ് നമ്പർ ഇന്ത്യയിലായിരിക്കും. അപ്പോൾ വാട്സാപ്പ് നമ്പർ എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത പേജ് കാണാൻ പറ്റും. ഈ പേജിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ വിസയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. ഏത് വിസയാണ് കൺസേൺഡ് വിസ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം വിസയുടെ കാലാവധി തീരുന്ന ദിവസം ഇവിടെ കാണിക്കാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള കാരണമാണ് ഇതിൽ ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അത് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നിങ്ങൾ കോവിഡ് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രധാന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോവിഡ് ടെസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ മലയാളി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം എന്താണോ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുക. അതിനുശേഷം ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കൊടുക്കുക. ഈ ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കോപ്പി നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ടെസ്റ്റ് റിസൾട്ട് എന്നുള്ള ആ ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു യു ഹാവ് ഫേസ് എനി ഹെൽത്ത് ഇഷ്യൂസ്, എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് തന്നെ എഴുതുക, അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ പോരാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ട് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ കോലാലംപൂരിൽ നിന്ന് എഴുതി. അതിനുശേഷം ഏത് എയർപോർട്ടിലേക്കാണ് നിങ്ങൾ പോരാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ 4 എയർപോർട്ടിൽ ഏത് എയർപോർട്ടിലേക്കാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്നാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതായാലും ഉടൻ തന്നെ നടക്കില്ലല്ലോ, ഏതായാലും നമ്മളുടെ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതെല്ലാം ഓപ്പണായി വരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ളൊരു പീരീഡ് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. മനസ്സിലായോ? പിന്നെ ഏത് ഫ്ലൈറ്റ്, ഏത് എയർലൈൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് എനിയെന്ന് കൊടുക്കുക. അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതായത് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ സെപ്പറേറ്റ് റൂമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബാത്റൂം ഫെസിലിറ്റി ഉള്ള റൂം വേണം. അപ്പോൾ അത് ഉണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സമ്മറി പേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സമ്മറി പേജിൽ ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ആ സമ്മറി പേജ് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നോർക്കയിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. ഈ സബ്മിറ്റ് ബട്ടൺ ഞെക്കി ഒരു 1-2 നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ നോർക്കയിലെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നോർക്കയുടെ രജിസ്ട്രേഷൻ നമ്പർ. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നോർക്കയുടെ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏവർക്കും എത്രയും ഉടൻ തന്നെ കേരളത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് for watching my video.